ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഫേസ് പാക്ക് അല്ല, ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ഒരു ഫേസിന് നല്ലൊരു ഗ്ലോയും ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ്സും അതുപോലെയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങളുടെ ഫേസിനെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതാണെന്ന് ഞാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കാനും മടിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പറ്റുന്ന ഒരു കുറച്ച് ഫേസ് മാസ്കും ഫേസ് പാക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ അറിയാത്തതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അത് ലാസ്റ്റത്തെ കാര്യമാണ്, ഞാൻ മുൻകൂട്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഞാൻ ഫേസൊക്കെ ഫുള്ളും കഴുകിയിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. നീറ്റായിട്ട് തന്നെ കഴുകി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് തന്നെ അത്യാവശ്യം ഡള്ളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ, വെയിലും കാറ്റും എല്ലാം കൂടെ നമ്മുടെ ഫേസ് ശരിക്കും ഡള്ളാവും. എന്താ പറയുക, ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ പെട്ടെന്ന് കുറയാനും ഒക്കെ വളരെയധികം ചാൻസസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്കിന്നിനെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നതില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടി എന്താണ് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അതായത് കൂട്ട് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടതെന്നുള്ളത് സാധനം കേട്ടോ. ഇത് കൂട്ട് കുറച്ച് വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് ഫേസ് പാക്കൊക്കെ ചെയ്യാൻ നേരത്ത് അപ്പോൾ തന്നെ പൊട്ടിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഫേസ് പാക്കായിട്ട് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കൂട്ട് ഒരെണ്ണം വേണം അടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഈ പാക്കിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലൊരു എന്താ പറയുക, ഒരുപാട് സെലിബ്രിറ്റീസ് പോലെ, അതായത് നമ്മുടെ സാധാരണപ്പെട്ടവർ മുതൽ സെലിബ്രിറ്റീസ് വരെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോഫീൻ്റെ പൗഡർ എന്ന് പറഞ്ഞാൽ. കാരണം അത്രയ്ക്കും റിസൾട്ട് തരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമുക്ക് എന്ത് പാക്ക് ചെയ്താലും മാക്സിമം ഒരു ആഴ്ച 2 പ്രാവശ്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഒരു പാക്കിലൂടെ ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് നല്ലതാണ്, അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് അടുത്തത് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ, അതായത് നമ്മൾ പുഴുങ്ങി ഉണങ്ങി പൊടിച്ച് നമ്മൾ ഇവിടുത്തെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി. ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടിയുടെ പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ഞാൻ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ. ഇത് നല്ല മഞ്ഞൾപ്പൊടിയാണ്. ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു ഗുണം കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ പാൽ ചായ ഉണ്ടാക്കൂലേ, അപ്പോൾ നമ്മൾ പാൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചായൻ്റെ ഒപ്പം നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു പ്രതിരോധ ശേഷി, അതുപോലെ തന്നെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അണുക്കൾ, കുരുക്കൾ, പരിക്കൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ചേർക്കാൻ, കടയിൽ നിന്ന് മേടിച്ച ആ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കാനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ചിട്ടുണ്ടാവുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ചിട്ടുള്ള ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഗുണം കൂടി തരുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് കൂടി ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒപ്പം ഞാൻ നല്ലൊരു ടിപ്പ് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതിലേക്ക് ഞാൻ നേരെ അതുകൂട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് അളവൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു നമ്മൾ കോഫീൻ്റെ പൗഡർ ചേർത്ത് എന്തൂരാണോ അതിൻ്റെ ഒരു പകുതി നമ്മൾ ചേർത്ത് കൊടുത്താൽ കേട്ടോ. കോഫി പൗഡറിൻ്റെ ഒരു പകുതി, ആ ഒരു അളവിന് ചേരുന്ന അത്രയാണ് കേട്ടോ. ഞാൻ ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ടോ. ഇനി ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഫേസിൽ നമുക്ക് മാക്സിമം നമ്മുടെ ഫേസിൽ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളിലായാലും നമ്മുടെ പുറമേ ആയാലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനും ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസിലുണ്ടാകുന്ന ഏജിനിങ്ങിന്, അതായത് നമ്മൾ ഫേസിൽ എന്താ പറയുക, ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ചുളിവുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ഏതൊരു പാക്ക് നിങ്ങൾ
നിങ്ങൾ ഉപയോഗിക്കുമ്പം തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ടർമറിക് പൗഡറും കോഫി പൗഡറും ആയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിമാവാണ് കേട്ടോ. ഇതുപോലത്തെ പുളിമാവാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഒരു പുളിമാവ് അതേപടി ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. പുളിമാവ് നല്ലപോലെ തന്നെ പുളിച്ച പുളിമാവ് തന്നെ ആയിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക തൈര് ആഡ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് ഈ ഒരു പുളിമാവിലൂടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പുളിമാവാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ കുറച്ച് പുളിമാവ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഒരു മിക്സ് ഒന്ന് പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ എന്തോരാണെന്ന് വെച്ചാൽ അതുപോലെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒഴുകി പോകാത്ത രീതിയിലും ഒക്കെ ആ ഒരു രീതിയിൽ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഫേസിലും കഴുത്തിലും ഒക്കെ നമുക്ക് ഇടാം കേട്ടോ. അതുപോലെ കറുത്ത പാടുകൾ അങ്ങനെ കരിമംഗല്യം അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഒറ്റ തവണ യൂസ് ചെയ്താൽ ഇത് മാറുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്യുകയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബലം നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ഫേസ് മാസ്ക് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് ഉറക്കാണ് കേട്ടോ. അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവൾ എണീക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പുറത്തൊക്കെ ജസ്റ്റ് ഈ ഒരു വെയിലത്തൊന്ന് ഇറങ്ങിയായിരുന്നു തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് തന്നെ ഡള്ളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോഫിയും മഞ്ഞളും ഒക്കെ നമുക്ക് സഹായിക്കും. പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ പുളിമാവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി ഇരിക്കണം കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഫേസിലേക്ക് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫേസിൽ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഫേസ് പാക്കൊക്കെ ഇടുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മസാജ് ചെയ്തതിന് ശേഷമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് നല്ലൊരു എഫക്റ്റീവ് കിട്ടും കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആയി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോയി അതെടുത്ത് എന്താ പറയുക ഫേസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധൃതി കൂട്ടരുത്. നിങ്ങൾ എന്താ ചെയ്യുക ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ആവിയൊക്കെ പിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ടാണ് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞളൊക്കെയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു ഏജിനിങ് ഒക്കെ മാറ്റാനും നമ്മുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ പ്രായമായ പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ, അതൊക്കെ നമുക്ക് കുറയ്ക്കാനും ബ്ലമിഷസ് ഒക്കെ മാറ്റാനും നമ്മുടെ ഫേസിലുണ്ടാകുന്ന തടിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാനും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഉറക്കമൊക്കെ ശരിയാക്കാതെയൊക്കെ നമ്മുടെ ഫേസൊക്കെ തടിച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വീർത്ത് കെട്ടിയൊക്കെ ഇരിക്കില്ലേ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഒരു ഫേസ് ഒന്ന് നോർമലാക്കി കൊണ്ടുവരാനും ഒരു എനർജി നമ്മുടെ ഫേസിന് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാക്കൊക്കെ ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉത്സവവും പെരുന്നാളും അങ്ങനത്തെ സീസണൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം രാത്രിയിലൊക്കെ ഉറക്കളച്ച് നമ്മുടെ ഫേസൊക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക ഡള്ളായിട്ടൊക്കെ പോകും, പൊടിയൊക്കെ അടിച്ച് ഭയങ്കര ഇതൊക്കെ ആവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് മാസ്കാണ്. ഫേസ് പാക്കും ഫേസ് മാസ്കൊക്കെ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അത് തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളെന്താ പറയുക, നിങ്ങൾ വീട്ടിലിപ്പം വാതിലടഞ്ഞാണ് കേസ്, ഞാൻ പേടിച്ച് നല്ല കാറ്റുണ്ട് കേട്ടോ, പെട്ടെന്ന് വാതിലടഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഹൈ റേഞ്ചൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പും രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് എണീക്കാൻ പോലും തോന്നില്ല, ആ രീതിയിലുള്ള തണുപ്പാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് കാണാം കേട്ടോ. അപ്പം എൻ്റെ ഫേസിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞാനൊരു 15-20 മിനിറ്റ്, ഒരു 20 മിനിറ്റൊക്കെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻ്റെ ഫേസിൽ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നത് വെച്ചാൽ പുതിയതായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെള്ളം ഒന്ന് ഒപ്പിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് എടുക്കുക കേട്ടോ. പുളിമാവ് വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. നമ്മൾ ആദ്യം അങ്ങാണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ആദ്യത്തെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം കേട്ടോ.
നിങ്ങൾക്കിപ്പോൾ കുറേ പാക്കുകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വെയിലാകുന്നതിന് മുമ്പ് ഒരു 7 മണി ആ ഒരു സമയത്ത് നമ്മൾ എണീറ്റ് വരും, നമ്മൾ അടുക്കളയൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനത്തെ ടിപ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 മണിക്ക് ശേഷമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു പാക്ക് നിങ്ങൾ ആ ഒരു സമയത്ത് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ സമയം മാറ്റി മറിച്ചൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയധികം വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. നമുക്കിതൊന്ന് മാറ്റാം നമ്മുടെ ഫേസിൽ. വർത്താനമൊക്കെ പറഞ്ഞാൽ മതി നമുക്കിനി ഫേസിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോ കേട്ടോ. എൻ്റെ ഒരു ഫേസിൽ മാറ്റം എന്ന് പറയുന്നത് കണ്ടോ. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് അടുത്ത് നിന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ആ ഒരു ഫേസിൽ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ആ ഒരു മഞ്ഞ കറ നമ്മുടെ ഫേസിൽ ചിലപ്പോൾ കാണും കേട്ടോ. അതൊക്കെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറിക്കോളൂ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു മാറ്റം എൻ്റെ ഫേസിലുണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയാണ് കേട്ടോ എൻ്റെ ഫേസിൽ എനിക്ക്. കാരണം ഞാൻ 2 ദിവസം മുമ്പ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം വെയിലുണ്ടാനും എത്ര സൺസ്ക്രീൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഫേസിൽ വരും. ആ ഒരു ഡൾനെസ് ആണെങ്കിലും നമ്മുടെ ഫേസിൽ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായൊരു വ്യത്യാസം നിങ്ങൾക്ക് വരും. തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ. ഇതൊക്കെ കിട്ടാത്തവരെന്തായാലും ഇല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞളിൻ്റെ ഒരു ജ്യൂസ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അത് നമുക്കിതുപോലെ തന്നെ നല്ലൊരു ഫലം നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. ചെറിയൊരു നീറ്റിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നും കാര്യമാക്കണ്ട. ഫേസിൽ വേറെ ചുമന്ന പാടോ അല്ലെങ്കിൽ എന്താ പറയുക അലർജി പോലെയുള്ള സംഭവങ്ങളോ അതുമല്ല വല്ല കുരുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടതുള്ളത്. അത് ചെറിയ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഈ നീറ്റിലൊക്കെ ആണെങ്കിൽ അത് ഒട്ടും നിങ്ങൾ പേടിക്കണ്ട. എൻ്റെ ഫേസിൽ അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷേ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വേറെ സൈഡ് എഫക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഞാനിതൊന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. ഇവിടേക്കാണ് നല്ലൊരു എൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ട്. എൻ്റെ കയ്യുടെ കളർ നിങ്ങൾക്ക് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ആ ഒരു കളർ ചേഞ്ച്. കാരണം ഞാനൊരു ഡസ്റ്റി സ്കിന്നാണ്, എനിക്കൊരു നിറമുള്ളൊരു സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ഫേസിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേസ് മാസ്കും ഫേസ് പാക്ക് അങ്ങനത്തെ എന്ത് ചെയ്താലും അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഫേസിൽ എന്താ പറയുക നമ്മൾ ചെറിയൊരു സ്ക്രബ് ചെയ്താൽ പോലെയാണ് എൻ്റെ ഫേസിൽ ആ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. കാരണം വെച്ചാൽ എൻ്റെ ഫേസിൽ ഒരു കളർ അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഫലം നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മഞ്ഞ കളർ എൻ്റെ ഫേസിലുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളും. എന്നുവെച്ചാൽ നമ്മൾ മഞ്ഞപ്പൊടിയാണല്ലോ ചേർത്ത്, നമ്മൾ അതും വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മഞ്ഞപ്പൊടിയല്ലേ നമ്മൾ ചേർത്തേ. അപ്പോൾ ആ ഒരു മഞ്ഞ കളറാണ് കേട്ടോ അതിലുള്ളത്. എന്താ പറയുക, നമ്മുടെ ഫേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ആ ഒരു ഫേസ് പാക്ക്, ചില ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുകയാണ്, പിറ്റേ ദിവസം രാവിലെ നിങ്ങളൊന്ന് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേസ് നമ്മൾ ഉറങ്ങി എണീറ്റതിന് ശേഷം നിങ്ങൾ ആ ഫേസ് ഒന്ന് എന്താ പറയുക, നിങ്ങൾ ആ ഒരു ഉറങ്ങി എണീറ്റതിന് ശേഷം നിങ്ങൾ ആ ഒരു ഫേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും നല്ലൊരു ബ്രൈറ്റ്നസ് തരും കേട്ടോ. നമ്മൾ ഇപ്പോൾ കടയിൽ തന്നെയാണെങ്കിലും നമ്മളല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ തന്നെ നമ്മൾ പോയി ചെയ്താലും നമുക്ക് 3 ദിവസത്തിന് ശേഷമൊക്കെ ആയിരിക്കും ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇതും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ചില ഫേസ് പാക്കുകൾ നമ്മൾ പിറ്റേ ദിവസമാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ശരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതെൻ്റെ കൈയുടെ ഒക്കെ ഒരു കളർ ഡിഫറൻസ് എനിക്ക് ശരിക്കും മനസ്സിലാവും. എൻ്റെ ഫേസിൽ ഞാൻ യാതൊരു ക്രീം ഇതുണ്ടോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു മഞ്ഞളുടെ കറയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അല്ലാണ്ട് എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ് പാക്ക് ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്, ആ ഒരു വരണ്ട ഒരു കാലാവസ്ഥയിൽ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഫേസ് പാക്കുകൾ ചെയ്തതിന് ശേഷം നമുക്ക് ഉറപ്പായിട്ടും ഡ്രൈ സ്കിന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. കാരണം ആ ഒരു റിമൂവ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ടൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക നല്ലൊരു സ്മൂത്തായിട്ട് വെക്കാനും ഒക്കെ നമുക്കൊരു നല്ലൊരു പെർമനൻ്റ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ ഗ്ലോ ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ക്രീമോ മോയ്സ്ചറൈസറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ യൂസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് നിങ്ങൾ
നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ അങ്ങനെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായി കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. ഞാൻ എത്രത്തോളം ബളബള പറഞ്ഞാലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ അത് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നേക്കാൾ നിങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളിലൂടെ ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. എത്രത്തോളം ഞാനത് പറഞ്ഞു തന്നാലും നിങ്ങളത് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് കേട്ടോ നമുക്കൊരു മനസ്സംതൃപ്തി ഉണ്ടാവുക. എനിക്കാണെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്ത് നല്ലൊരു യൂസ്ഫുൾ ആയാലും നല്ലൊരു ഇത് കിട്ടിയെന്ന് അറിയുമ്പോഴാണ് കേട്ടോ നമുക്കൊരു സന്തോഷം തന്നെ. കാരണം ഇത്രയും സമയം നമ്മൾ വേസ്റ്റ് ആയില്ല. നമ്മൾ ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങൾക്ക് വേണ്ടി ഓരോ പാക്കുകളും മാസ്കുകളൊക്കെ കാണിച്ചു തരുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ പറയുക, എന്നോടിപ്പോൾ ഓരോ പാക്കുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വീഡിയോയുടെ താഴെ വന്ന് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു ഫേസ് പാക്ക് കണ്ടിട്ട് നിങ്ങൾക്കത് നമ്മുടെ അടുത്ത് ഒരു എന്തായിക്കോട്ടെ, എന്ത് കമൻറ്റ് ആയിക്കോട്ടെ, അത് നിങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് കൂടുതലും ഒരു സന്തോഷവും അതൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, നമ്മുടെ സൈഡിലുള്ള ഒരു ബെല്ലൈക്കൺ ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും തന്നെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ഒപ്പം തന്നെ നമ്മൾ പാക്കുകളും അതൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരു തവണ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ദയവേത് നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിന് ഈ ഒരാഴ്ച ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഫേസിന് അലർജി ഇല്ലാത്തൊക്കെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് പെർമനൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.